സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, സർവശക്തനായ കർത്താവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ചു എൻ്റെ അനുഗ്രഹീത ദാസന്മാരിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കണേ എന്ന് നമുക്കുമായി വസിയത്ത് ചെയ്യുന്നു. സർവശക്തൻ നമുക്ക് ഏവർക്കും അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമദാൻ, റബ്ബിലേക്ക് മടങ്ങുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്തേക്ക് നമ്മെ അയച്ചതുപോലെ അവനിലേക്ക് തിരിച്ചു പോകുക എന്നതാണ് ഈ തലവാചകം കൊണ്ട് അർത്ഥമാക്കുന്നത്. എങ്ങനെയാണ് ഭൂമിയിലേക്ക് നമ്മൾ വന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുഞ്ഞും ഭൂമിയിലേക്ക് വിജാതനാകുന്നത് അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതത്തിലാണ്. ഇന്നി ഖലഖ്തു ഇബാദി ഹനഫാ, ഖുദ്സിയായ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചു. അല്ലാഹു പറഞ്ഞു, മനുഷ്യരെ, ഇന്നി ഖലഖ്തു ഇബാദി, ഞാൻ എൻ്റെ അടിമകളെ എല്ലാം സൃഷ്ടിച്ചത് ഹനഫാ, ഹനീഫായിട്ടാണ്, ഋജുമാനസ്കരായിട്ടാണ്, അവക്രമായ രീതിയിൽ, വക്രതയില്ലാതെ, ആരോടും പകയില്ലാതെ, വിദ്വേഷമില്ലാതെ, പുഞ്ചിരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രകൃതം. അന്ന് നമുക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നില്ല. മോണ കാട്ടി പുഞ്ചിരിക്കാൻ മാത്രമേ അന്ന് നമുക്കറിയാമായിരുന്നുള്ളൂ. പിന്നീട് നമ്മിലേക്ക് വന്ന എല്ലാ തിന്മകളും സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ്. ഫഅബവാഹു യുഹബ്ബിദാനിഹി ഔ യുമജ്ജിസാനിഹി ഔ യുനസ്സിറാനിഹി, അവൻ്റെ മാതാപിതാക്കൾ, അവൻ്റെ സഹപാഠികൾ അവനെ ഈ ഹനീഫൻ മുസ്ലിമൻ എന്ന പ്രകൃതത്തിൽ നിന്ന് പിന്തിരിച്ചു കളഞ്ഞതാണ്. ഫജ്താലതഹും ശൈത്താൻ ഫഅതതഹും ശൈത്താൻ ഫജ്താലതഹും അൻ ദീനിഹി, അങ്ങനെ മോട കാട്ടി പുഞ്ചിരിച്ച് എല്ലാവരെയും സ്നേഹിച്ച് ജീവിക്കുന്നതിനിടയിൽ പിശാച് കടന്നു വന്നു. എന്നിട്ട് ഈ ഋജു പാതയിൽ നിന്ന് അവനെ വ്യതിചലിപ്പിച്ചു. പിശാച് കടന്നു വന്നു എന്ന് പറയുമ്പോൾ അത് മനുഷ്യരൂപത്തിലാകാം, പിതാവിൻ്റെ രൂപത്തിലാകാം, മാതാവിൻ്റെ രൂപത്തിലാകാം. നമുക്ക് ശത്രുതയുള്ള ഒരാളോട് 2-3 വയസ്സുള്ള അല്ലെങ്കിൽ 4-5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി അവൻ്റെ വീട്ടിലേക്ക് പോയാൽ, അവനോട് പുഞ്ചിരിച്ചാൽ, നിഷ്കളങ്കഭാവം പ്രകടിപ്പിച്ചാൽ, ആ കുട്ടിയോട് നമ്മൾ പറയും, ഉപ്പച്ചിനെ ഒരുപാട് ഉപദ്രവിച്ചാണ്, അതുകൊണ്ട് അങ്ങോട്ടങ്ങനെ പോകരുത് കേട്ടോ, അവനോട് എപ്പോഴും ഇങ്ങനെ ചിരിക്കരുത് കേട്ടോ. ഇവിടെ പിശാച് വന്നു എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ രൂപത്തിൽ വന്നു, അല്ലെങ്കിൽ മാതാവിൻ്റെ രൂപത്തിൽ വന്നു, സഹോദരിയുടെ രൂപത്തിൽ വന്നു. അപ്പോൾ ആ കുട്ടി പിന്നെ പഠിക്കുകയാണ്, കണ്ടീഷനാണ്. ഇനി പഴയതുപോലെ എല്ലാവരോടും ചിരിക്കാൻ പറ്റില്ല, അതിന് ചില നിബന്ധനകളുണ്ട്. ഞങ്ങളെ ഉപദ്രവിക്കാത്തവരായിരിക്കണം, അവരോട് മാത്രമേ ചിരിക്കൂ, അവരുടെ വീട്ടിലേക്ക് മാത്രമേ ഞാൻ പോകൂ. ഇത് പഠിപ്പിച്ചതാരാണ്?
അള്ളാഹു പറഞ്ഞയച്ചത് ഫിത്രത്തിലൂടെയാണ്, ശുദ്ധ പ്രകൃതത്തിലൂടെയാണ്. ഈ ശുദ്ധ പ്രകൃതത്തെ അശുദ്ധമാക്കിയതാരാണ്? അതാണ് ജൂതനും ക്രൈസ്തവനും മജൂസിയും വിദ്വേഷമുള്ളവനും പകയുള്ളവനും ഒക്കെ ആക്കി മാറ്റുന്നത് നമ്മുടെ ചുറ്റുപാടാണ്. ഒരു കുഞ്ഞും പ്രസവിച്ച ആ ദിവസം അവനെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. ഇന്ന വീട്ടിലെ ഇന്നയാള് പ്രസവിച്ചു, കുട്ടി തീവ്രവാദിയാണ്, ആ കുഞ്ഞൊരു തീവ്രവാദിയാണ്, ഭീകരവാദിയാണ്, ആ കുട്ടി ഒരു മോഷ്ടാവാണ്, ആ കുട്ടി വല്ലാത്ത പകയുള്ളവനാണ് ഇന്ന് വരെ ഒരു കുഞ്ഞിനെ കുറിച്ചും നമ്മളാരും എവിടെയും പറഞ്ഞതായി കേട്ടിട്ടില്ല. പിന്നെ എവിടെ നിന്ന് ഇത് വന്നു? ആ വന്ന സാഹചര്യം മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മളെ വൃത്തിയാക്കി ശുദ്ധീകരിച്ചുകൊണ്ട് വന്നിടത്തേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം. അതിനാണ് വിശുദ്ധ റമളാൻ റബ്ബിലേക്ക് മടങ്ങുക എന്ന് പറയുന്നത്. നമ്മുടെ ആദിപിതാവിനെ സൃഷ്ടിക്കപ്പെട്ടത് സ്വർഗത്തിലാണ്. പിന്നീട് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പനയെ ലംഘിച്ചു എന്നതാണ്. ഈ കൽപ്പന ലംഘിച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തനിക്ക് വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകണം എന്ന ആ ആഗ്രഹത്തിന്റെ പുറത്ത് തന്നിൽ സംഭവിച്ച അബദ്ധം ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ ആദിപിതാവ് വന്നിടത്തേക്ക് തന്നെ തിരിച്ചുപോയി. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ ഇങ്ങനെ ഏറ്റുപറയാൻ, ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഇതുപോലെ നമ്മുടെ അഹംഭാവം നമ്മെ അനുവദിക്കാറുണ്ടോ? അത് അനുവദിക്കാത്തത് കൊണ്ടാണ് അതേ സ്വർഗത്തിൽ വെച്ച് തന്നെ അസാസിൽ എന്ന ഇബ്ലീസ് അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് മലക്കുകൾക്ക് ക്ലാസ് എടുത്തിരുന്ന ഇബ്ലീസ് അഭിശപ്തനായി മാറിയത് എന്തുകൊണ്ടാണ്? റബ്ബി ബിമാ അഗ്വൈതനി, മലക്കുകൾക്ക് ആദം എനിക്ക് സുജൂദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എന്നെ അഗ്നി കൊണ്ട് സൃഷ്ടിച്ചു, ആദമിനെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു. മെറ്റീരിയൽ ലെവലിൽ നോക്കുമ്പോൾ ഏറ്റവും ഉന്നതൻ ഞാനാണ്. അതുകൊണ്ട് പ്രകാശം കൊണ്ട് സൃഷ്ടിച്ച മലക്കുകൾക്ക് വേണമെങ്കിൽ സുജൂദ് ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. സത്താവായ നിനക്ക് വേണമെങ്കിൽ സുജൂദ് ചെയ്യാം, അതിനും കുഴപ്പമില്ല. പക്ഷെ എന്നേക്കാൾ താഴേക്കിടയിലുള്ള ആദമിന്റെ സാഷ്ടാംഗം നമിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പൊ അല്ലാഹു ഇറക്കി വിട്ടു, ഇന്നക റജീം, നീ അന്ത്യനാൾ വരെ അഭിശപ്തനായി തുടരും. ആദം നബി അലൈഹിസ്സലാം ചെയ്ത പണി അസാസിലിന് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞത് റബ്ബി ബിമാ അഗ്വൈതനി, നീ എന്നെ പിഴപ്പിച്ചതാണ്, നീ എന്നെ മനഃപൂർവ്വം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതാണ്. അതുകൊണ്ട് എനിക്ക് ഇനിയുള്ള ഡ്യൂട്ടി ആദമിന്റെ മക്കളെ എൻ്റെ പഴയിലേക്ക് സഞ്ചരിപ്പിക്കുക എന്നതാണ്. ലഉഗ്വിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ ലഅഖഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം ثم لآتينهم من بين أيديهم وعن أيمانهم وعن شمائلهم فلا تجد أكثرهم شاكرين.
എന്നെ എന്തിന്റെ പേരിലാണോ നീ പുറത്താക്കിയത്, അതേ പണി നിന്റെ അടിമകളുടെ മേൽ ഞാൻ നിർവഹിക്കും. എല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. എന്നാൽ അവരിൽ ഇഖ്ലാസുള്ള ചില അടിമകളുണ്ട്. അവരൊന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല. അവർ ആദം നബിയെ പോലെ തന്നെയാണ്. എന്താണ് അവരുടെ പ്രത്യേകത? വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ വസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. അവരുടെ ശുദ്ധ പ്രകൃതത്തിന് നിരക്കാത്ത എന്തെങ്കിലും ദുർമാർഗം, എന്തെങ്കിലും മ്ലേച്ഛമായ ചെയ്തികളോ ചിന്തകളോ അവരുടെ ഭാഗത്ത് നിന്ന് വന്നാൽ ആ തെറ്റിലൂടെ അവർ സ്വയം ഉപദ്രവിക്കുന്ന പ്രവർത്തനം ചെയ്ത് ഉടനെ അവർ അല്ലാഹുവിനെ ഓർക്കും. അവരുടെ പാപങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങും, അല്ലാഹുവിലേക്ക് മടങ്ങും, റബ്ബിലേക്ക് തിരിച്ചു പോകും. കാരണം അല്ലാഹു അല്ലാതെ ഒരാൾക്കും എൻ്റെ പാപത്തെ മായ്ച്ചു കളയാൻ കഴിയില്ല, എനിക്ക് പുറത്തു തരാൻ കഴിയില്ല എന്നവർക്ക് ബോധ്യമുള്ളവരാണ്. അത് അടിക്കരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം ഒരാളുടെ മുമ്പിലും തൻ്റെ പാപത്തെക്കുറിച്ച് കുമ്പസരിക്കാൻ അനുവാദം നൽകാത്തത്. കാരണം അത് അവനും റബ്ബുമായുള്ള ഒരു ബന്ധമാണ്. തൻ്റെ അടുക്കൽ ഒരു അബദ്ധം സംഭവിച്ചു, ആ അബദ്ധത്തിന്റെ വ്യാപ്തി അവൻ എത്രത്തോളം തിരിച്ചറിയുന്നുവോ അല്ലാഹുവിന്റെ അടുക്കൽ ആ അബദ്ധം സുബദ്ധമായി മാറും. യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അവരുടെ ആ അബദ്ധത്തെ തന്നെ അല്ലാഹു സുബദ്ധമാക്കി മാറ്റും, സയ്യിആത്തിനെ ഹസനാത്താക്കി മാറ്റും. അത് അല്ലാഹുവിനെ മാത്രമേ കഴിയൂ, ലോകത്താർക്കാണ് അതിന്റെ കഴിയുക. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ അവർ വർദ്ധിപ്പിക്കും. വലം യസ്റൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ബോധത്തോടുകൂടി അവർ ചെയ്ത് പോയ തിന്മയിൽ അവർ ഉറച്ചു നിൽക്കുകയില്ല. ഈ മാതൃകയാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആദം നബി അലൈഹിസ്സലാമിന് തൻ്റെ തെറ്റിനെ വേണമെങ്കിൽ ന്യായീകരിക്കാമായിരുന്നു. പടച്ചവനെ, പിശാച് എന്നെ പേടിപ്പിച്ചതാണ്, അവനെനിക്ക് പ്രചോദനം നൽകിയതാണ്, എൻ്റെ പ്രിയ പത്നി ഹവ്വ എന്നെ അതിനെ പ്രേരിപ്പിച്ചതാണ്. ഇതൊക്കെ തന്നെയല്ലേ നമുക്കും ന്യായീകരണങ്ങളായി നിരത്താനുള്ളത്. എനിക്ക് ഇന്ന നന്മ ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം ഇന്ന സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു, എൻ്റെ ഭാര്യ പറഞ്ഞു ഇന്ന് നിങ്ങൾ പോകേണ്ടതില്ല, അല്ലെങ്കിൽ മക്കൾ പറഞ്ഞു ഇന്ന് നമുക്ക് വേറെ വഴിക്ക് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് ഖുർആൻ ക്ലാസ്സിന് പോകേണ്ടതില്ല. ദിക്റുമായി ബന്ധപ്പെട്ട, നമസ്കാരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റു നന്മകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് തിരിഞ്ഞു കളയാനുള്ള താല്പര്യം ഇതുപോലുള്ള 100 ന്യായീകരണങ്ങളാണ്. പക്ഷേ ആദം നബി അലൈഹിസ്സലാമിന്റെ മാതൃക അതല്ലായിരുന്നു. റബ്ബനാ വലംനാ അൻഫുസനാ. പടച്ചവനെ, ഞങ്ങളോട് അതിക്രമം കാണിച്ചു പോയി. ഒരു മനുഷ്യൻ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അവനെ തന്നെ തിരിച്ചറിയാതെ പോവുക എന്നതാണ്. മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു എന്ന് അറബി ഭാഷയിൽ ഒരു ഹിക്മ, ഒരു മഷ്ഹൂറായ ഖൗലുണ്ട്. ഞാൻ ആരാണ് എന്ന് നമ്മൾ എപ്പോഴാണോ തിരിച്ചറിയുന്നത് അന്ന് നമുക്ക് നമ്മുടെ നാഥനിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. അതാണ് ആദം നബി അലൈഹിസ്സലാം ഇന്ന് സ്വർഗത്തിലേക്ക് പോകാൻ സാധിച്ചത്. എൻ്റെ അടുക്കൽ വന്നുപോയ അബദ്ധത്തിന് അത് ഞാൻ ഏറ്റുപറയാത്തിടത്തോളം കാലം ഞാൻ സുഭിക്ഷമായി ജീവിച്ചിരുന്ന സ്വർഗലോകം എനിക്ക് തിരിച്ചു പിടിക്കാൻ സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ
ആദം നബി അലൈഹിസ്സലാം അത് ഏറ്റുപറഞ്ഞു, റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നാഥാ, എന്നിൽ വന്നുപോയ അബദ്ധത്തിനെ എനിക്ക് മാപ്പ് നൽകിയില്ലെങ്കിൽ, നിന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് നീ മഗ്ഫിറത്ത് നൽകിയില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞാൻ തീരാ നഷ്ടക്കാരനായി മാറും. എൻ്റെ ജീവിതം തുലഞ്ഞു പോകും. അതുകൊണ്ട് പശ്ചാത്തപിക്കുകയാണ്, റബ്ബിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഹൃദയത്തിൽ വന്നുപോയ പുഴുക്കുത്തുകളെ കഴുകിക്കളയുകയാണ്. നിശ്ചയം, ഒരു സംശയവുമല്ല, അവരുടെ ഹൃദയത്തിൽ വീണ ചെറിയ ചെറിയ കുത്തുകൾ അത് വലുതായി വലുതായി അങ്ങനെ അവർ റബ്ബിൽ നിന്ന് അകന്നു പോയതാണ്. ഇനി അവർക്ക് റബ്ബിലേക്ക് അടുക്കണോ, അതിനെ കഴുകി വൃത്തിയാക്കുക തന്നെ വേണം. അതിനാദ്യം വേണ്ടത് പാപങ്ങളുടെ ഗൗരവത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നതാണ്. ഇയ്യാക്കും വമുഹഖിറാത്തിദ് ദുനൂബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും വലിയ പാപം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചെയ്തു പോകുന്ന പാപങ്ങളുടെ ഗൗരവം തിരിച്ചറിയാതെ പോവുക എന്നതാണ്. മുഹഖിറാത്തിദ് ദുനൂബ്, ഒരാളെ കണ്ണിലുട്ടി നോക്കി, ഞാൻ കണ്ണുകൊണ്ടല്ലേ കണ്ടോ, നാവുകൊണ്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ നമുക്കത് നിസ്സാരമാണ്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഹൃദയത്തിൽ ഈമാനുണ്ടാക്കുന്നത് കൊണ്ടാണ്. ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിശ്വാസി ചെറിയ പാപങ്ങൾ അതുപോലും അവൻ അത് ചെയ്യുമ്പോൾ അവനൊരു വീഴാറായി നിൽക്കുന്ന പാറയുടെ അടിയിലിരിക്കുന്ന പ്രതീതിയായിരിക്കും. എന്നാൽ ഒരു ദുർമാർഗിയോ അവൻ വലിയ പാപങ്ങൾ ചെയ്യുമ്പോൾ പോലും അവൻ വിശ്വസിക്കുന്നത് അവന്റെ മൂക്കിന്റെ അടുത്തുകൂടെ ഒരു ഈച്ചകൾ വന്നപ്പോ അവനൊന്ന് തട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, തന്റെ കൈ കൊണ്ട് മൂക്കിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ ആട്ടിക്കൊടുത്തു എന്നാണ്. അത്ര നിസ്സാരമാണ് ഇത്. ഫാജിറിന്റെ ലക്ഷണമാണ്. ഇങ്ങനെ ചെറിയ പാപങ്ങൾ ചെയ്യുമ്പോൾ പോലും അത് നിസ്സാരമായി കാണുമ്പോൾ ഖല്ലിദ് ദുനൂബ സഗീറഹാ വ കബീറഹാ ദാക തുഖാ. പാപങ്ങൾ ചെറിയ ചെറിയ പാപങ്ങളാണ്. ചെറിയ ചെറിയ മൺതരികൾ കൊണ്ടാണ് ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ ഉണ്ടായത് എന്ന് പരിപാടിയിട്ടുണ്ട്. അത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞത്. പാപങ്ങളെ നിസ്സാരമാക്കുന്നതിന് പ്രവാചകൻ അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത രൂപമാണ് നമ്മളൊക്കെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഒരു വാദിയിലൂടെ, താഴ്വരയിലൂടെ നാലാളുകൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അവർക്ക് വിശന്നു, ഭക്ഷണം കഴിക്കണം. ആടുണ്ട് അവരുടെ കൂടെ, വെള്ളമുണ്ട് അവരുടെ കൂടെ, പാകം ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ തീയുണ്ടായിരുന്നില്ല. തീ വേണമെങ്കിൽ വിറക് വേണം. നാലാളുകൾ തീരുമാനിച്ചു നമ്മൾക്ക് വിറക് ശേഖരിക്കാമെന്ന്. നാലാളുകളും 4 വഴിക്ക് പോയി. ഓരോരുത്തരും ഒരു കെട്ട് വിറകുമായി വന്നു. ആ കെട്ട് വിറക് ആ ആടിനെ പാകം ചെയ്യാൻ ഉതകുന്ന രൂപത്തിൽ അവർക്ക് ശേഖരിക്കുവാനും സംഭരിക്കുവാനും സാധിച്ചു. ഇതുപോലെയാണ് നമ്മൾ ചെയ്തു പോയ എല്ലാവിധ നന്മകളെയും അഗ്നിക്കിരയാക്കി കളയുന്നതാണ് നിസ്സാരമായി നമ്മൾ കാണുന്നത്. ഒരു കൊള്ളി വിറകല്ലേ എന്ന് വിചാരിച്ച് ആരും അതെടുത്തില്ലെങ്കിലോ അവർക്ക് ആ ആടിനെ പാകം ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഇതാണ് നമുക്ക് സംഭവിക്കുന്നത്. അതൊരു തെറ്റല്ലേ, അതൊരു ചെറുതല്ലേ, അതെത്ര നിസ്സാരല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പറയാറുണ്ട്, നമ്മൾ അദഖു മിനശ്ശിർ, നിങ്ങളൊക്കെ ഒരു രോമത്തിന്റെ വില പോലും കൽപ്പിക്കാത്ത പാപങ്ങൾക്ക്
അക്ബറുൽ കബായിറായ സബഉൽ മുബിഖാത്തായ വൻപാപങ്ങളുടെ പരിഗണനയാണ് നിസ്സാര പാപങ്ങളെ പോലും ഞങ്ങൾ പെടുത്തിയിരുന്നത് എന്ന്. അത്രമാത്രം സൂക്ഷ്മത അവർ പുലർത്തിയത് കൊണ്ട് തന്നെ അവരൊക്കെ മുൻകടന്നുപോയ മുഹാജിറുകളും അൻസാറുകളുമായ രണ്ട് വിഭാഗം ആളുകളായി അല്ലാഹു അവരെ ഉയർത്തി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അങ്ങനെ ഉന്നതന്മാരായി മാറാൻ കേവലം ഒട്ടകത്തിന്റെ മൂക്ക് കയർ മാത്രം നിയന്ത്രിക്കാൻ അറിയാവുന്ന ഒരു ജനതയെ 23 വർഷം കൊണ്ട് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തി അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന അവസ്ഥയിലേക്ക് റളിയല്ലാഹു അൻഹും വറദു അൻഹു. അള്ളാഹുവിന്റെ തൃപ്തി അവരും നേടി, അവരുടെ തൃപ്തി അള്ളാഹുവും നൽകി, അള്ളാഹു അവർക്കും നൽകി. അങ്ങനെ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാൻ അവർക്ക് സാധിച്ചത് അവരുടെ ഈ ഒരു ബോധമായിരുന്നു. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മരണവേളയിൽ മലാക്കമാരുടെ സാന്ത്വനം കേട്ട് അള്ളാഹുവിലേക്ക് തിരിക്കാൻ നമുക്ക് സാധിക്കണം. അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തിയും സമാധാനവും അടഞ്ഞ ആത്മാവേ, ഇതാ ആദം നിങ്ങളുടെ പിതാവിനെ പുറത്താക്കുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു നിശ്ചിത സമയം വരെ മാത്രമേ ജീവിതമുള്ളൂ. നിങ്ങളുടെ മുസ്തഖർ, നിങ്ങളുടെ താമസം, നിങ്ങളുടെ വാസസ്ഥലം, നിങ്ങളുടെ വിഭവങ്ങൾ, നിങ്ങൾക്ക് അല്ലാഹു ഇവിടെ നിശ്ചയിച്ച നിങ്ങളുടെ അന്നം, ഇലാഹീൻ, അതിന്റെ സമയമുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവനിലേക്ക് തിരിച്ചു പോകണം. റബ്ബിലേക്ക് തിരിക്കണം, റബ്ബിലേക്ക് മടങ്ങണം. റാദിയത്തൻ മർദിയ, എങ്ങനെ മടങ്ങണം? നബിയെ, ധിക്കാരികളായ അക്രമികളായ ആളുകളെ ആത്മാവിനെ പിടിക്കുന്നത് താങ്കൾ കണ്ടിട്ടുണ്ടോ? മലക്കുകൾ അവരുടെ മുഖത്തും പിരടിയിലും പുറകിലും ഒക്കെ അടിച്ച് ഇറങ്ങടാ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവിനെ വലിച്ചെടുക്കുന്ന ആ രൂപത്തിലല്ല, വെണ്ണയിൽ നിന്ന് നൂല് വലിച്ചെടുക്കുന്ന പോലെ ശാന്തിയോടെ സമാധാനത്തോടെ അവനിലേക്ക് തിരിച്ചു പോകണം. അവർക്ക് അല്ലാഹുവിന്റെ തൃപ്തിയുണ്ട്, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, ഇവർ അല്ലാഹുവിനെ കുറിച്ച് തൃപ്തിപ്പെട്ടിട്ടുണ്ട്. എന്ന് അന്ന് നിങ്ങളുടെ പിതാവിനെ പുറത്താക്കിയ അതേ സ്വർഗത്തിലേക്ക് ഇതാ കടന്നോളൂ. ജന്നതി, എന്റെ സ്വർഗീയ ആരാമത്തിലേക്ക് സന്തോഷത്തോടു കൂടി പ്രവേശിച്ചോളൂ എന്ന് പറയുന്ന ആ വിളിയാണം കേട്ടുകൊണ്ട് അവരിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. സൂറത്തുൽ റൂമിൽ അല്ലാഹു പറഞ്ഞു, നിന്നെ സൃഷ്ടിച്ച ആ ശുദ്ധ പ്രകൃതമുണ്ടല്ലോ, ആ ശുദ്ധ പ്രകൃതത്തോടു കൂടി നീ ഭൂമിയിലേക്ക് വന്നിരുന്നല്ലോ. പിന്നീട് നിങ്ങളുടെ ശാശ്വത ജീവിതത്തിന് ഉതകുന്ന നിലവാരത്തിലേക്ക് നിങ്ങൾ ഉയർത്താൻ അല്ലാഹുവും റസൂലും നിങ്ങളെ ക്ഷണിക്കുമ്പോൾ നിങ്ങൾ അതിന് ഉത്തരം നൽകൂ എന്ന് പറഞ്ഞല്ലോ. പക്ഷെ പലർക്കും അതിന് കഴിയാതെ പോയി. കാരണം അവന്റെയും അവന്റെ ഹൃദയത്തിന്റെയും ഇടയിൽ ഒരു ബാരിയർ വീണുപോയി, ഒരു മറ വീണുപോയി. ആ മറയെ ഭേദിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ അസ്തിത്വം മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. ഏതൊരു പ്രകൃതത്തിന്റെ മേലിലാണോ
മനുഷ്യനെ നാം സൃഷ്ടിച്ചത് അതേ പ്രകൃതം തിരിച്ചു പിടിക്കുക എന്നതാണ്. നീ നിന്റെ മുഖം തിരിച്ചു വെക്കുക. എന്താ തിരിച്ചു പിടിക്കുക? തിരിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായി പോകുന്ന ഒരു സ്ഥലത്തേക്ക് തിരിച്ചുപോയി എന്ന് പറയില്ലല്ലോ. ഒരാൾ ദുബൈയിൽ നിന്ന് നാട്ടിലേക്ക് വന്നു, എന്ന് നാട്ടിൽ നിന്ന് വീണ്ടും പോയാൽ നമ്മൾ പറയുമോ ദുബൈയിലേക്ക് തിരിച്ചുപോയി. ആദ്യമായി ദുബൈയിലേക്ക് പോണ ഒരാളെ പറ്റി ദുബൈയിലേക്ക് തിരിച്ചുപോയി എന്ന് പറയും, അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത് ഇർജിഇ, നിങ്ങൾ തിരിച്ചു പോകുക, അതിൽ നീ തിരിച്ചു വെക്കൂ എന്നാണ്. അത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണേ. യൗമൻ, ഒരു ദിവസം, തുർജഊന ഫീഹി ഇലല്ലാഹ്, ആ ദിവസമാണോ നിങ്ങളുടെ തിരിച്ചുപോക്കിന്റെ ദിനം. തുർജഊന ഫീഹി ഇലല്ലാഹ് വിശുദ്ധ ഖുർആനിൽ അവസാനം ഇറങ്ങിയ വചനമാണ്. ഈ വചനം അതിന്റെ ശേഷം പിന്നെ ഒരു വചനം ഇറങ്ങിയിട്ടില്ല. സൃഷ്ടിച്ച നാഥന്റെ നാമധേയത്തിൽ വായിക്കും. ഭ്രൂണത്തിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ചവനാണ് അവൻ. ഉദാരനായ നിന്റെ നാഥൻ. നിനക്കറിയാത്തത് ഒരുപാട് കാര്യങ്ങൾ നിന്നെ പഠിപ്പിച്ചു. ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ഈ ഒരു ചെറിയ ഡ്യൂറേഷൻ. അപ്പൊ മനുഷ്യൻ സൃഷ്ടിപ്പിനെ കുറിച്ച് ആദ്യം പറഞ്ഞു, എന്നിട്ട് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് അവസാനവും പറഞ്ഞു. ആദ്യം ഇറങ്ങിയ 5 വചനങ്ങൾ സൂറത്തു അലഖിലുമാണ്. അവസാനം ഇറങ്ങിയത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ അകത്തുക. ഹൽ അതാ അലൽ ഇൻസാനി ഹീന മിന ദഹ്ർ ലം യകുൻ ശൈഅൻ മദ്കൂറ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. മനുഷ്യ, നിനക്കൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ലം യകുൻ ശൈഅൻ മദ്കൂറ, അന്ന് നിനക്ക് നിന്നെ പറ്റിയൊന്നും പറയാനുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ നീ പ്രസ്താവയോഗ്യമല്ലാത്തൊരു കാലത്തും നിന്റെ അസ്തിത്വമുണ്ട്. ഇന്ന ആള്, ഇന്ന വീട്ടിലെ, ഇന്ന ആളുടെ മകൻ, ഇന്ന നാട്ടിലെ, ഇന്ന ഡിസ്ട്രിക്റ്റിലെ, ഇന്ന സ്റ്റേറ്റിലെ, ഇന്ന നാട്ടിലെ, രാജ്യത്തെ എന്നൊന്നും പറയാനുണ്ടായിരുന്നില്ല. പിന്നീട് അത് വന്നു. തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് നീ ഈ കാണുന്ന രൂപത്തിലേക്ക് മാറി. എന്തിനാണത്? നിബത്തലീഹി, നിന്നെ കൊണ്ട് എനിക്ക് ചില പണികളുണ്ട്, നിന്നെ ഒന്ന് പരീക്ഷിക്കണമെന്നുണ്ട്. നിനക്ക് നാം കേൾവിയും കാഴ്ചയും നൽകി. ഇത് രണ്ടും പരീക്ഷണത്തിന്റെ അടിസ്ഥാനമാണ്. കാരണം കാണാനും കേൾക്കാനും അറിയാനും കഴിയുമ്പോഴാണ് പരീക്ഷണത്തിന്റെ പ്രസക്തിയുള്ളത്. ഇത് കണ്ട് തിരിച്ചറിയാൻ കഴിയണം. മൃഗങ്ങൾക്ക് പരീക്ഷണമില്ലാത്തത് അവർക്ക് കണ്ണും കാതുമുണ്ട്, പക്ഷേ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ബോധമില്ല. അതുകൊണ്ട് അവർക്ക് പരീക്ഷണവുമില്ല. പരീക്ഷണത്തിന്റെ അടിസ്ഥാനം എന്താണ്? 2 മാർഗങ്ങൾ നിന്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പരീക്ഷണം. ഇമ്മാ ഷാക്കിറ വ ഇമ്മാ കഫൂറ. ഒന്നുകിൽ നിനക്ക് ഷാക്കിറാകാം, അല്ലെങ്കിൽ കാഫിറാകാം. നമ്മൾ കാഫിർ എന്ന് പറഞ്ഞാൽ അത് അപ്പുറത്തെ വീട്ടിലെ വേലായുധൻ, ജാനകി, അങ്ങനെയുള്ള അമുസ്ലിം നാമങ്ങളുള്ള ആളുകളാണെന്ന്. അല്ലാഹു ഈ പറയുന്ന കാഫിർ അതല്ല. ഷാക്കിർ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ്, സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ്, സൃഷ്ടാവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത കാണിക്കുമ്പോഴാണ്. ആ ബോധമില്ലാതെ പോയാൽ അവനാണ് കാഫിർ. അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ തിരിച്ചറിയാതെ അതിന് നന്ദി കാണിക്കാതെ പോയാൽ അവനാണ് കാഫിർ.